വിശുദ്ധ ജോൺ മരിയ വിയാനി. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. 1786 ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമായ ഡാർഡിലിയിലാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ദേവാലയങ്ങളും വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളും അടയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കൂടാതെ അക്കാലത്ത് പുരോഹിതന്മാർക്ക് അഭയം നൽകുന്നവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കെ ജോൺ കളിമണ്ണ് കൊണ്ട് മാതാവിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി. അത് ഒരു വൃക്ഷത്തിൻ്റെ പൊത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പ്രിയപ്പെട്ട മറിയമേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. യേശുവിനെ അവൻ്റെ ആലയത്തിലേക്ക് നീ പെട്ടെന്ന് തന്നെ കൊണ്ടുവരണമേ. ഒരിക്കൽ എക്കുളിയിലുള്ള തൻ്റെ അമ്മായിയെ സന്ദർശിച്ച വേളയിൽ അമ്മായി അവിടുത്തെ ഇടവക വികാരിയെ പ്രശംസിക്കുന്നത് ജോൺ കേട്ടു. ഒരു വൈദികനാകാനുള്ള തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ആ വൈദികൻ്റെ ഉപദേശം ആരായണമെന്ന് ജോൺ തീരുമാനിച്ചു. സംസാരത്തിലും വിദ്യാഭ്യാസത്തിലും കുറവുകളുണ്ടായിരുന്ന ആ യുവാവിനെ ആ വൈദികൻ ശരിയായി തന്നെ വിലയിരുത്തി. പക്ഷേ ആ വൈദികൻ ചോദിച്ച ശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുവാൻ ജോണിന് കഴിഞ്ഞില്ല. എന്നാൽ വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോണിൻ്റെ മുഖം ദീപ്തമായി. മതപരമായ എല്ലാ ചോദ്യങ്ങൾക്കും തൻ്റെ പ്രായത്തിലും കവിഞ്ഞ രീതിയിൽ അവൻ ശരിയായ ഉത്തരങ്ങൾ നൽകി. സന്തോഷവാനായ വൈദികൻ ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരടയാളമായി കണക്കിലെടുത്തു. നീ ഒരു വൈദികനായി തീരും എന്ന് പ്രവചിക്കുകയും ചെയ്തു. അക്കാലത്ത് സൈനിക പഠനവും സൈനിക സേവനവും യുവാക്കൾക്ക് നിർബന്ധമാക്കിയിരുന്നു. ജോൺ തൻ്റെ കുടുംബസമ്പത്ത് മുഴുവൻ സഹോദരനായ ഫ്രാൻസിസിന് നൽകി. അങ്ങനെ ജോണിൻ്റെ സ്ഥാനത്ത് സഹോദരനായ ഫ്രാൻസിസ് സൈനിക സേവനം നിർവഹിക്കുകയും ചെയ്തു. 1813 വൈദിക പഠനത്തിനായി ജോൺ സെമിനാരിയിൽ ചേർന്നു. എങ്കിലും വൈദിക പഠനം വേണ്ട വിധത്തിൽ മുന്നോട്ടു പോയില്ല. ലത്തീൻ ഭാഷ ഒരു തരത്തിലും ജോണിന് വഴങ്ങിയില്ല എന്നതായിരുന്നു കാരണം. എന്നാൽ ജോണിൻ്റെ സ്വഭാവമഹിമയും പ്രാർത്ഥനാ മനോഭാവവും എല്ലാവരിലും മതിപ്പുളവാക്കി. പഠനത്തിൽ പിന്നോക്കമായിരുന്നെങ്കിലും ദൈവഭക്തിയിൽ സെമിനാരിക്കാരിൽ 1-ാം സ്ഥാനം ജോണിനായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകുവാൻ തീരുമാനമുണ്ടായത്. തുടർന്ന് 1815 ഓഗസ്റ്റ് 13 ജോൺ പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികനായതിനു ശേഷം 3 വർഷത്തോളം എക്കുളിയിലെ വികാരിയുടെ കീഴിൽ സഹവികാരിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1818 ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ വികാരിയായി മെത്രാൻ അദ്ദേഹത്തെ നിയമിച്ചു. ദൈവവിശ്വാസമില്ലാതെ മദ്യത്തിലും മദിരാക്ഷിയിലും മുഴുകി ജീവിച്ചിരുന്ന ആർസിലെ ജനങ്ങളെ വളരെ വേഗം ജോൺ ദൈവിക ചൈതന്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ആർക്കും വേണ്ടാത്ത ആർസിൽ നീണ്ട 41 വർഷക്കാലം അവിടുത്തെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് വികാരിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ജോൺ മരിയ വിയാനി അച്ഛന് അജപാലന ശുശ്രൂഷയിൽ പ്രേരണയായത് ദൈവസ്നേഹവും മനുഷ്യരക്ഷയുമായിരുന്നു. ഇടവക സമൂഹത്തെ ലോകത്തിൻ്റെ ആസക്തിയിൽ നിന്നും സാംസ്കാരിക ജീർണതയിൽ നിന്നും മോചിപ്പിക്കുവാൻ അദ്ദേഹം വചനത്തിലൂടെ അവരെ വിശുദ്ധീകരിക്കുകയും കൂദാശകളിലൂടെ ശക്തീകരിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രം. കുമ്പസാരക്കാരൻ എന്ന പേരിലാണ് ജോൺ മരിയ വിയാനി അറിയപ്പെടുന്നത്. ദൈവസ്നേഹം കരുണയുടെ രൂപത്തിൽ ദൈവമക്കളിൽ എത്തിക്കുവാനുള്ള മാർഗമായി വിയാനി അനുരഞ്ജന കൂദാശയെ കണ്ടു. സ്വർഗത്തിലേക്കുള്ള വാതിലായി കുമ്പസാരക്കൂടിനെ അദ്ദേഹം പരിഗണിച്ചു. ദീർഘസമയത്തെ കുമ്പസാരം വിയാനിക്ക് ക്ഷീണമോ വിരസതയോ സമ്മാനിച്ചില്ല. കുമ്പസാരത്തിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് അദ്ദേഹം ജനങ്ങളെ നയിച്ചു. 20 വർഷത്തിനിടയ്ക്ക് 20 ലക്ഷത്തിലധികം ആളുകളെ ജോൺ മരിയ വിയാനി കുമ്പസാരിപ്പിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മെത്രാന്മാർ വരെ കുമ്പസാരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തുമായിരുന്നു. ആ ദിവസങ്ങളിൽ 18 മണിക്കൂർ വരെ ഒരു ദിവസം ജോൺ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നു. നിരവധി ആത്മാക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ വിജയം കൈവരിച്ചതിനാൽ ക്രിസ്തീയ ലോകത്തിൽ അദ്ദേഹം വലിയ പ്രസിദ്ധി ആർജിച്ചിരുന്നു. ഒരു നല്ല അജപാലകനായിരുന്ന ജോൺ മരിയ വിയാനിയുടെ പ്രബോധനങ്ങൾ കേൾക്കുവാൻ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. തികഞ്ഞ തപോനിഷ്ഠയോടുകൂടിയ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ജീവിതത്തിലെ എല്ലാ തുറയിൽ നിന്നുമുള്ള ആളുകൾ വിശുദ്ധൻ്റെ ഉപദേശത്തിനായി അദ്ദേഹത്തെ സമീപിച്ചു. തൻ്റെ സമൂഹത്തിലും ചുറ്റുപാടിലും ഉളവാക്കിയ ആത്മീയ രൂപാന്തരീകരണം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയാക്കി. പാപികൾക്കും ദരിദ്രർക്കും ഒരുപോലെ വിശ്രമമില്ലാതെ സേവനം ചെയ്തുകൊണ്ട് 1859 ഓഗസ്റ്റ് 4 തൻ്റെ 73-ാം വയസ്സിൽ അദ്ദേഹം തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കി. 1925 പിയൂസ് 11 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളായ ഇന്നേ ദിവസം എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരുവാനും വിശ്വാസ സമൂഹത്തിന് ദൈവസ്നേഹം പൂർണ്ണതയിൽ പകർന്നുകൊടുക്കുവാനും പൗരോഹിത്യ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനും ഈശോയെപ്പോലെ നല്ല ഇടയന്മാരാകുവാനും എല്ലാ വൈദികർക്കും സാധിക്കട്ടെ എന്ന് ഇന്നേ ദിവസം തീക്ഷ്ണമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസി